എഡ്യൂക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായ നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വികസനോന്മുഖ പ്രവൃത്തികളും വിദ്യാഭ്യാസാസൂത്രണവും എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ ടാസ്ക് ആൻഡ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്. ഇത് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വികസനോന്മുഖ പ്രവൃത്തി അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക് എന്നതാണ്. സമൂഹവുമായി വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രവൃത്തികളാണ് വികസനോന്മുഖ പ്രവൃത്തികൾ അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക്. സമൂഹവുമായി വിജയകരമായ നിലയിൽ പൊരുത്തപ്പെടാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രവൃത്തികളാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഈ വിഷയവുമായി പഠനം നടത്തിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഹേവിഗ് ഹേസ്റ്റ്. അദ്ദേഹം അത് സംബന്ധമായിട്ട് പഠിക്കുകയും അങ്ങനെ ഒരു രൂപമാതൃക, വികസനങ്ങളുടെ ഒരു രൂപമാതൃക തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ഘട്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ വികസന മാതൃകയിൽ ഉള്ളത്. അത് നമ്മൾ അടുത്ത് തന്നെ വിശദീകരിക്കും. അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹം അതിനെ 3ആയിട്ട് വേർതിരിച്ചിരിക്കുന്നത്, ഒന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലം, ആ കാലത്ത് കുട്ടി കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമുള്ള കാലം അഥവാ ബാല്യകാലം, അതിനുശേഷം സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം, ആ കാലത്ത് കുട്ടി കുറേ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് അദ്ദേഹം വേർതിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും കുട്ടി പഠിക്കേണ്ടത് അടുത്ത ഘട്ടത്തിലേക്ക് പുരോഗമിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി പൂർത്തിയാക്കിയിരിക്കേണ്ടുന്ന, നേടിയിരിക്കേണ്ടുന്ന ചില അത്യാവശ്യമായ പ്രവർത്തന ശേഷികളും നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ആശയങ്ങളുമാണ് ഓരോ വികസന ഘട്ടത്തിലും അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇവയുടെ ആകെത്തുകയാണ് അദ്ദേഹം വികസന പ്രവൃത്തി അഥവാ ടാസ്ക് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് വിശദമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ വികസന രൂപ മാതൃക ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയമായിട്ട് വന്ന ഒരു കേറ്റഡ് പരീക്ഷയിലെ ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ ഈ പാരഗ്രാഫിൽ നിന്ന് ഏത് ചോദ്യമാണ് വരാൻ സാധ്യതയുള്ളത്? നമുക്ക് പരിശോധിക്കാം. വന്നിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: വികസനോന്മുഖ തരണി എന്ന ആശയം അവതരിപ്പിച്ചതാര്? ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ മലയാളം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം. വികസനോന്മുഖ തരണി എന്ന വാക്ക് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നേരത്തെ നമ്മൾ കണ്ട വികസനോന്മുഖ പ്രവൃത്തി എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ വികസനോന്മുഖ തരണി എന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊരുപക്ഷെ നമുക്ക് സംശയമുണ്ടാവാം. അതിനുവേണ്ടി ഇത്തരം വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിന്റെ മറുഭാഗത്തുള്ള ഇംഗ്ലീഷ് ഭാഗം നമ്മൾ വായിച്ചു നോക്കുക. ദ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റൽ ടാസ്ക് വാസ് ഗിവൺ ബൈ. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതാണ് വികസനോന്മുഖ പ്രവൃത്തി എന്ന് നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ വികസനോന്മുഖ തരണി അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഹേവിഗ് ഹേസ്റ്റ് അല്ലെ? ഹേവിഗ് ഹേസ്റ്റ്. ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഹേവിഗേസ്റ്റിന്റെ വികസന രൂപമാതൃക നമുക്ക് പരിശോധിക്കാം. 3 ഘട്ടമായിട്ടാണ് അദ്ദേഹം അത് തയ്യാറാക്കിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, വിദ്യാലയ പൂർവ്വഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ. വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തിൽ പോകുന്നതിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ 6 വയസ്സിന് മുമ്പായിട്ട് ഒരു കുട്ടി പഠിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 1, നടക്കാൻ പഠിക്കൽ. 2, സംസാരിക്കാനും പ്രതികരിക്കാനും പഠിക്കൽ. 3, ആഹാരം കഴിക്കാനും വെള്ളവും പാലും കുടിക്കാനും പഠിക്കൽ. വിസർജ്യ വസ്തുക്കളുടെ വിസർജനം നിയന്ത്രിക്കാൻ പഠിക്കൽ. ലിംഗവ്യത്യാസം മനസ്സിലാക്കൽ. ഇതൊക്കെ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ, ശൈശവ കാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ കുട്ടി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്, കുട്ടി പഠിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. 6ാമതായി കുട്ടി ശാരീരികമായ സ്ഥിരത കൈവരിച്ചിരിക്കണം. 7ാമതായി സാമൂഹികവും കായികവുമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിക്കുന്ന ലളിതാശയങ്ങളുടെ രൂപവൽക്കരണം. 8ാമതായി മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റുള്ളവരോടും വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ പഠിക്കൽ.
ഒമ്പതാമതായി ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കലും മനസ്സാക്ഷിയെ വികസിപ്പിക്കലും. പത്താമത്തെ കാര്യം നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും തിരിച്ചറിയൽ. ഇത് വിദ്യാലയ പൂർവ്വകാലത്ത് അഥവാ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അഥവാ 6 വയസ്സിന് മുമ്പായിട്ട് ഒരു കുട്ടി നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് നേടിയെടുത്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ കുട്ടിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഘട്ടമാണ് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ. അഥവാ പ്രൈമറി LP UP തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നൈപുണികൾ വളർത്തൽ. സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നൈപുണികൾ വളർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വളരുന്ന ജീവി എന്ന നിലയിൽ അവനവനോട് തന്നെ വിശാല മനോഭാവം സ്വീകരിക്കൽ. വളരുന്ന ജീവി എന്ന നിലയിൽ അവനവനോട് തന്നെ വിശാല മനോഭാവം സൃഷ്ടിക്കൽ. മൂന്നാമത് സമവയസ്കരോട് പൊരുത്തപ്പെടാൻ പഠിക്കൽ. സ്വന്തം ക്ലാസ്സിലെ കുട്ടികളോടും സുഹൃത്തുക്കളോടുമൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. നാലാമതായി ഉചിതമായ ആൺ അല്ലെങ്കിൽ പെൺ ചുമതലകൾ അഭ്യസിക്കൽ. ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ ചുമതലകൾ എന്തെന്ന് മനസ്സിലാക്കുക, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ ചുമതലകൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം വായന, എഴുത്ത്, കണക്കുകൂട്ടൽ എന്നിവയിലെ അടിസ്ഥാന നൈപുണികൾ വികസിപ്പിക്കൽ. വായന, എഴുത്ത്, കണക്കുകൂട്ടൽ എന്നിവയിലെ അടിസ്ഥാന നൈപുണികൾ വികസിപ്പിക്കലാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കൽ. ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കലാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം മനസാക്ഷിയും സന്മാർഗബോധവും മൂല്യങ്ങളും വികസിപ്പിക്കൽ. മനസാക്ഷിയും സന്മാർഗബോധവും മൂല്യങ്ങളും വികസിപ്പിക്കലാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കൽ. വ്യക്തി സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ഒമ്പതാമത്തെ കാര്യം സാമൂഹിക സംഘങ്ങളോടും സ്ഥാപനങ്ങളോടുമുള്ള മനോഭാവം വികസിപ്പിക്കൽ. പത്താമത്തെ കാര്യം ജീവിതത്തോട് ബന്ധമുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും വികസിപ്പിക്കൽ. ഇതാണ് പ്രൈമറി കാലഘട്ടത്തിൽ അഥവാ അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി, LP UP കാലഘട്ടത്തിൽ ഒരു കുട്ടി നേടിയെടുക്കേണ്ടുന്ന വികസനോന്മുഖമായ പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. മൂന്നാമത്തത് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കൗമാര കാലഘട്ടത്തിൽ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹേവിക് ഹേസ്റ്റ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. വിദ്യാലയ പൂർവ്വകാലം, പിന്നെ പ്രൈമറി വിദ്യാഭ്യാസ കാലം, സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടം, ഇങ്ങനെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു കാലത്തേക്ക് പറയാം. ശൈശവകാലത്ത് നേടേണ്ടത്, ബാല്യകാലത്ത് നേടേണ്ടത്, കൗമാര കാലഘട്ടത്തിൽ നേടേണ്ടത്, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടം എന്ന് പറഞ്ഞാൽ കൗമാരകാലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്: ഒന്ന്, 2 ലിംഗത്തിലും പെട്ട സമവയസ്കരോട്, അഥവാ ആൺകുട്ടികളായ സുഹൃത്തുക്കളും പെൺകുട്ടികളായ സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ 2 ലിംഗത്തിലും പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതൽ പക്വവുമായ ബന്ധം ആർജിക്കുക. അവരോടൊക്കെ വളരെ പക്വതയോടുകൂടി പെരുമാറാൻ കുട്ടി പഠിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പ്രവർത്തനങ്ങളിൽ ആൺ പെൺ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് ആർജിക്കുക. പ്രവർത്തനങ്ങൾ ആൺകുട്ടികളുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് ആർജിക്കുക. പെൺകുട്ടികളുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് ആർജിക്കുക. മൂന്നാമതായി അവനവന്റെ ബാഹ്യരൂപത്തെ അംഗീകരിക്കുക. ശരീരത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കുക. ഓരോരുത്തരും അവനവന്റെ ഒരു ബാഹ്യരൂപമുണ്ടാകും. ശരീരത്തിന്റെ ഒരു രൂപം, അത് ചിലപ്പോൾ വെളുത്ത രൂപമായിരിക്കും, ആരോഗ്യമുള്ള രൂപമായിരിക്കും. ഏതായാലും ആ രൂപത്തെ അംഗീകരിക്കുക. ആ ശരീരത്തെ കാര്യക്ഷമമായിട്ട് തൻ്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക. നാലാമതായി സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. അഞ്ചാമതായി മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കുക. മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കുക. ആറാമത്തെ കാര്യം
യുക്തമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കലും അതിന് തയ്യാറെടുക്കലും. യുക്തമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കലും അതിന് തയ്യാറെടുക്കലുമാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം വിവാഹത്തിനും കുടുംബ ജീവിതത്തിനും തയ്യാറെടുക്കൽ. അതാണ് 7ാമത്തെ കാര്യം, വിവാഹത്തിനും കുടുംബ ജീവിതത്തിനും തയ്യാറെടുക്കൽ. 8ാമത്തെ കാര്യം പൗരത്വ ശേഷികൾ ആർജിക്കാൻ വേണ്ട ആശയങ്ങളും ബൗദ്ധിക നൈപുണികളും വികസിപ്പിക്കൽ. പൗരത്വ ശേഷികൾ ആർജിക്കാൻ വേണ്ട ആശയങ്ങളും ബൗദ്ധിക നൈപുണികളും വികസിപ്പിക്കൽ. സാമൂഹികമായ ഉത്തരവാദിത്തം പ്രകടിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ ആഗ്രഹിക്കലും അവ ആർജിക്കലും. അതാണ് 9ാമത്തെ കാര്യം, സാമൂഹികമായ ഉത്തരവാദിത്തം പ്രകടിപ്പിക്കുന്ന വ്യവഹാരങ്ങൾ ആഗ്രഹിക്കലും അവ ആർജിക്കലും. 10ാമത്തെ കാര്യം സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾക്കൊത്തുള്ള വ്യവഹാരത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന മൂല്യസംഘാതം ഉൾക്കൊള്ളൽ. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾക്കൊത്ത് പെരുമാറാനുള്ള മാർഗദർശനം നൽകുന്ന മൂല്യസംഘാതം ഉൾക്കൊള്ളൽ. ഇതാണ് കൗമാരകാലത്ത് അഥവാ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഒരു കുട്ടി നേടിയെടുക്കേണ്ടുന്ന വികസനോന്മുഖ പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ്. ഈ 3 ഘട്ടത്തിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. 1ാം ഘട്ടവും 2ാം ഘട്ടം 3ാം ഘട്ടവും നമ്മൾ വിദ്യാലയ പൂർവ്വഘട്ടം പറഞ്ഞു, പിന്നെ പ്രൈമറി ഘട്ടത്തിലേത് പറഞ്ഞു, പിന്നെ സെക്കൻഡറി ഘട്ടത്തിലേക്കും വന്നു. ഇങ്ങനെ 10 എണ്ണം വീതമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മൊത്തം 30 എണ്ണം. ഇത് നമ്മൾ മനഃപ്പാഠമാക്കണം. ഇത് മനഃപ്പാഠമാക്കേണ്ടത് കാരണം കേട്ടറ്റ് പരീക്ഷയിൽ മുമ്പ് വന്നിട്ടുള്ള ചോദ്യങ്ങളെ വിലയിരുത്തി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് മനഃപ്പാഠമാക്കേണ്ടതാണ് എന്ന്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാസ്ക് ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ്? ഈ ചോദ്യം കാണുമ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ അമ്പരന്ന് നിന്നേക്കാം. കാരണം ഡെവലപ്മെന്റൽ ടാസ്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ലേറ്റർ ചൈൽഡ്ഹുഡിലെ പിൽക്കാല ബാല്യത്തിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഡെവലപ്മെന്റൽ ടാസ്കുകൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതും എന്നൊരു പക്ഷേ ചില ആളുകൾക്ക് സംശയമുണ്ടായേക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിദ്യാലയ പൂർവ്വഘട്ടം, പിന്നെ പ്രൈമറി ഘട്ടം, സെക്കൻഡറി ഘട്ടം എന്നിങ്ങനെ 3 ആയിട്ട് വേർതിരിച്ചാണ് ഹെവിഗ് ഹേസ്റ്റ് അദ്ദേഹത്തിന്റെ രൂപമാതൃക തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെ നമ്മുടെ പഴയ വിവരവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കിയാൽ നമുക്കിത് എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ശൈശവവും ആദ്യ ബാല്യകാലവും കൂടി ചേർന്നതാണ്. ശൈശവവും ഏർലി ചൈൽഡ്ഹുഡും കൂടി ചേർന്നതാണ് വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് വരെയാണ് വിദ്യാലയ പൂർവ്വ. എന്നാൽ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ എത്ര വയസ്സാകുമ്പോഴാണ്? 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർക്കുക എന്നതാണ് ഔദ്യോഗിക രീതി. അപ്പൊ 3 വയസ്സ് വരെയുള്ള കാലം ശൈശവകാലം, 3 മുതൽ 6 വരെയുള്ള കാലം ഏർലി ചൈൽഡ്ഹുഡ്, ആദ്യ ബാല്യകാലം. അപ്പോൾ അതാണ് വിദ്യാലയ പൂർവ്വഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ, പിൽക്കാല ബാല്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലമാണ്. അപ്പോഴാണ് കുട്ടി സെക്കൻഡറി സ്കൂളിൽ എത്തുന്നത്. അത് കൗമാരകാലമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഒന്നാമതായി ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് ഓരോ ഘട്ടത്തിലും എന്തെല്ലാം ഡെവലപ്മെന്റ് ടാസ്കുകളാണ് ഉള്ളത് എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ 4 ഓപ്ഷനുകൾ നമുക്ക് പരിശോധിക്കാം. എ, സംസാരിക്കാൻ പഠിക്കുന്നത്. ബി, സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്. സി, കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ പഠിക്കുന്നത്. ഡി, വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികൾ സ്വായത്തമാക്കുന്നത്. ഇതിൽ ഈ ലേറ്റർ ചൈൽഡ്ഹുഡിൽ അല്ലാതെ കുട്ടി നേടിയെടുത്തിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഓപ്ഷൻ എ, സംസാരിക്കാൻ പഠിക്കുന്നത്. അത് ലേറ്റർ ചൈൽഡ്ഹുഡിലല്ല, അതിന് മുമ്പ് കുട്ടി നേടിയെടുക്കുന്നത്. നമുക്കറിയാം, സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് കുട്ടി സംസാരിക്കാൻ പഠിച്ചിരിക്കുമല്ലോ. അതുകൊണ്ട് എ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ ശരിയായ ഉത്തരം. ഇത് നമുക്ക് ഊഹിച്ച് തന്നെ എഴുതാൻ പറ്റും ഈ ഉത്തരം. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് ഓരോ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ഓരോ ഘട്ടത്തിലും പഠിക്കുന്ന ഈ ഡെവലപ്മെന്റൽ ടാസ്കുകൾ
നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഡെവലപ്മെന്റൽ ടാസ്കുകളെ സംബന്ധിച്ചുകൊണ്ട് ഹേവിഗ് ഹേസ്റ്റ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വികസനോന്മുഖ പ്രവൃത്തി എന്നത് വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന പ്രവർത്തനമത്രേ. അതിൻ്റെ വിജയകരമായ ആർജനം വ്യക്തിയുടെ ആനന്ദത്തിനും പിൽക്കാല പ്രവർത്തനങ്ങളിലെ വിജയത്തിനും കാരണമാകുമ്പോൾ അതിലെ പരാജയം വ്യക്തിയുടെ അസന്തുഷ്ടിക്കും സമൂഹത്തിന്റെ അംഗീകാരമില്ലായ്മയ്ക്കും പിൽക്കാല പ്രവർത്തനങ്ങളിലെ പ്രയാസത്തിനും കാരണമാകുന്നു. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നേടിയെടുക്കേണ്ടുന്ന ഡെവലപ്മെന്റൽ ടാസ്കുകളെല്ലാം ആ ഘട്ടത്തിൽ തന്നെ കുട്ടി നേടിയെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുട്ടിയുടെ നേടിയെടുക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല എങ്കിൽ കുട്ടിക്ക് തന്നെ അത് അസന്തുഷ്ടി ഉണ്ടാക്കും, സമൂഹത്തിൽ അംഗീകാരമില്ലായ്മ ഉണ്ടാകും. അതേപോലെ തന്നെ കുട്ടികൾ പിൽക്കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രവർത്തനത്തിൽ പല പ്രയാസങ്ങളും അതുവഴി ഉണ്ടായിത്തീരും എന്നാണ് അദ്ദേഹം ഹേവിഗ് ഹേസ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് വികസനോന്മുഖ പ്രവൃത്തിയും വിദ്യാഭ്യാസ ആസൂത്രണവും എന്ന ഭാഗം ശ്രദ്ധിക്കാം. ഈ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ അഥവാ ഡെവലപ്മെന്റ് ടാസ്കുകളിൽ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികൾ വല്ലാതെ അസന്തുഷ്ടരായിരിക്കും. അവർ വലിയ ദുഃഖിതരും അസന്തുഷ്ടരുമായിരിക്കും. അവരുടെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് പഠനം, അതുപോലെ പറ്റിയ സാഹചര്യങ്ങൾ, പിന്നെ അഭിപ്രേരണ, ഇവയുടെ പോരായ്മയാണ് അവരിങ്ങനെ പരാജയപ്പെട്ടു പോകാൻ കാരണം. അതിനാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഇത്തരം ഡെവലപ്മെന്റ് ടാസ്കുകളിലെല്ലാം വിജയിക്കാൻ പ്രാപ്തമാക്കുമാറ് അവർക്ക് പഠനാവസരങ്ങൾ നൽകാനും അവർ അഭിപ്രേരണ വളർത്താനും അധ്യാപകന്മാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിശദീകരിച്ച ഡെവലപ്മെന്റൽ ടാസ്ക് അഥവാ വികസനോന്മുഖ പ്രവൃത്തി എന്ന ഈ ആശയം രണ്ട് രീതിയിൽ വിദ്യാഭ്യാസ ആസൂത്രണത്തെ സഹായിക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ ഇത് വലിയ സഹായമാണ്. രണ്ട് രീതിയിൽ എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ ഇത് സഹായിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് വിദ്യാലയങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും പ്രസ്താവിക്കാനും നമ്മളെ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ കാലനിർണയത്തിന് സഹായകമാകുന്നു. അഥവാ ഓരോ ഘട്ടത്തിൽ എന്ത് പഠിപ്പിക്കണം, പ്രൈമറി സ്കൂളിലെ കുട്ടിയെ എന്താ പഠിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സും ശരീരവും പക്വമാവുകയും വ്യക്തി ഒരു പ്രത്യേക വികസനോന്മുഖ പ്രവൃത്തി ആർജിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ ബോധനത്തിലുള്ള സന്ദർഭമായി കരുതാം. ഇപ്പൊ കൗമാരഘട്ടത്തിൽ കുട്ടി എന്തെല്ലാം പഠിക്കാൻ പ്രാപ്തനായിട്ടുണ്ടാകും എന്ന് ഈ ഡെവലപ്മെന്റൽ ടാസ്ക് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ആ വിഷയകമായ കാര്യങ്ങൾ ആ പ്രായത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാം. അതുപോലെ ലേറ്റർ ചൈൽഡ്ഹുഡിൽ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ മാത്രം പ്രാപ്തനാണ് എന്ന് ഇതിൽ നോക്കി മനസ്സിലാക്കാം. അത് സംബന്ധമായുള്ള പാഠങ്ങൾ നമുക്ക് കരിക്കുലത്തിൽ ചേർക്കാം, പാഠഭാഗങ്ങളിൽ ചേർക്കാം. അപ്പൊ അത് ഈ ഡെവലപ്മെന്റ് ടാസ്ക് എന്ന ആശയം വഴി നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ട് സഹായങ്ങളാണ്, രണ്ട് നേട്ടങ്ങളാണ്. ഇനി ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റ് ടാസ്ക് ഓഫ് അഡോളസെൻസ്? അഡോളസെൻസിലെ ഒരു ഡെവലപ്മെന്റ് ടാസ്ക് ഏതാണ് എന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്. അവ വെവ്വേറെയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അഡോളസെൻസ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, സെക്കൻഡറി ലെവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡറി ലെവലിലെ ഡെവലപ്മെന്റ് ടാസ്ക് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. അത് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എ എന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം, അത് അഡോളസെൻസിലാണോ എന്ന്. ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്. സാധാരണ കളികൾക്ക് ആവശ്യമായ കായിക നൈപുണ്യങ്ങൾ വളർത്തൽ. ഇത് നമ്മൾ പഠിച്ചു. എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ പറഞ്ഞപ്പോഴാണ് അതിൽ ഒന്നാമത്തെ കാര്യമായിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ്, കായിക നൈപുണ്യങ്ങൾ പഠിക്കൽ. നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, സാധാരണ കളികൾക്ക് ആവശ്യമായ. അപ്പോൾ അത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ പിൽക്കാല ബാല്യത്തിൽ, ലേറ്റർ ചൈൽഡ്ഹുഡിൽ. അപ്പോൾ അത് അഡോളസെൻസിലേതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സി നോക്കാം, ലേണിംഗ് സെക്സ് ഡിഫറൻസസ്, ലിംഗവ്യത്യാസം മനസ്സിലാക്കൽ.
ആൻഡ് സെക്ഷൽ മോഡസ്റ്റി. ഇത് നമ്മൾ എവിടെയാ പഠിച്ചത്? അത് വിദ്യാലയ പൂർവ്വഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തിയിൽ 5ാമത്തെ കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ലിംഗവ്യത്യാസം മനസ്സിലാക്കൽ, ആണോ പെണ്ണോ എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുക എന്നത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ, എന്നാൽ 6 വയസ്സിന് മുമ്പായിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യ ബാല്യകാലത്തിലും ശൈശവകാലത്തിലൊക്കെ ആയിട്ട് കുട്ടി പഠിച്ചെടുക്കുന്ന കാര്യമാണ്. ഇനി ഡി നോക്കാൻ, ഡെവലപ്പിംഗ് ഫണ്ടമെന്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. വായന, എഴുത്ത്, കണക്കുകൂട്ടൽ എന്നിവയിലെ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കൽ. ഇത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ കുട്ടി പഠിക്കേണ്ടുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ലേറ്റർ ചൈൽഡ്ഹുഡിൽ കുട്ടി പഠിക്കേണ്ട കാര്യം. ഡെവലപ്പിംഗ് ഫണ്ടമെന്റൽ സ്കിൽസ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ്. അത് ലേറ്റർ ചൈൽഡ്ഹുഡിലുള്ള കാര്യമാണ്. അപ്പോൾ ബി ആണ് ശരിയായ ഉത്തരമെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ബി? എയും സിയും ഡിയും ശരി, അല്ലെങ്കിൽ പിന്നെ ബി ആയിരിക്കും ശരി. ബി നോക്കാം, അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. അത് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവൃത്തികൾ എന്നതിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടം എന്ന് പറഞ്ഞാൽ അഡോളസൻസ്. അവിടെ പഠിച്ച ഇതാണ്, മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കൽ. അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, വൈകാരിക സ്വാതന്ത്ര്യം നേടിയെടുക്കുക ഫ്രം എൽഡേഴ്സ്, മുതിർന്നവരിൽ നിന്ന്. അപ്പോൾ വളരെ സിമ്പിളായ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ മലയാളം പഠിച്ചാൽ തന്നെ നമുക്കത് ഇംഗ്ലീഷ് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. അഡോളസെൻസിലെ ഡെവലപ്മെന്റൽ ടാസ്ക് ആണ് അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോ ഈസ് നോട്ട് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ്? അഡോളസെൻസിലെ അഥവാ കൗമാരകാലത്തെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. അപ്പൊ 3 അഡോളസെൻസിലേതാവും, 1 അഡോളസെൻസിലേതാവില്ല. അതേതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എ എന്ന ഓപ്ഷൻ, ന്യൂ റിലേഷൻസ് വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സ്. അത് നമുക്കറിയാം, സെക്കൻഡറിയിൽ അഥവാ അഡോളസെൻസിലെ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ അഥവാ ഡെവലപ്മെന്റ് ടാസ്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട നമ്മൾ പഠിച്ച 1ാമത്തെ കാര്യമാണ്. 2 ലിംഗത്തിലും പെട്ട സമവയസ്കരോട് പുതിയതും കൂടുതൽ പക്വവുമായ ബന്ധം ആർജിക്കൽ. അതാണ് 1ാമതായി നമ്മൾ പഠിച്ചത്. അതാണ് ന്യൂ റിലേഷൻസ് വിത്ത് ദ ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സ്. ഇനി സി നോക്കാം, പ്രിപ്പയറിംഗ് ഫോർ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. വിവാഹത്തിനും കുടുംബജീവിതത്തിനും തയ്യാറെടുക്കൽ. അത് സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ ഡെവലപ്മെന്റ് ടാസ്കുകൾ പഠിച്ചപ്പോൾ അതിൽ 7ാമതായിട്ട് നമ്മൾ പഠിച്ചതാണ് അത്, പ്രിപ്പയറിംഗ് ഫോർ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. ഡി എന്ന ഓപ്ഷൻ, പ്രിപ്പയറിംഗ് ഫോർ എൻ ഒക്യുപ്പേഷൻ. യുക്തമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കലും അതിന് തയ്യാറെടുക്കലും. അതാണ് സെക്കൻഡറിയിലെ കാര്യം പഠിച്ചപ്പോൾ അത് 6ാമതായിട്ട് പഠിച്ച കാര്യമാണ്. പ്രിപ്പയറിംഗ് ഫോർ എൻ ഒക്യുപ്പേഷൻ, ഒരു തൊഴിലിന് തയ്യാറെടുക്കുക എന്നത്. അപ്പോൾ ബി ആണ് നമ്മൾ വായിക്കാതിരുന്നത്. അച്ചീവിംഗ് ഫിസിയോളജിക്കൽ സ്റ്റാബിലിറ്റി, ശാരീരിക സ്ഥിരത കൈവരിക്കുക. ശാരീരിക സ്ഥിരത, ഫിസിയോളജിക്കൽ സ്റ്റാബിലിറ്റി നേടിയെടുക്കുക എന്നത് നമ്മൾ പഠിച്ചത് ഏത് ഘട്ടത്തിലാണ്? വിദ്യാലയ പൂർവ്വഘട്ടത്തിൽ അഥവാ ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടി നേടിയെടുക്കേണ്ടുന്ന കാര്യമാണ് ശാരീരിക സ്ഥിരത കൈവരിക്കൽ. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് അഡോളസെൻസിലെ ഡെവലപ്മെന്റ് ടാസ്ക് അല്ലാത്തത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിലെ ശരിയായ ഉത്തരം.